മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവൻ്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്നു തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ വെളിച്ചം വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വിളക്ക് കത്തിക്കുക. മറ്റുള്ളവരുടെ വിളക്കിൻ്റെ സഹായത്താൽ ജീവിതം പ്രകാശിക്കുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്നു കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ദേഷ്യത്തെ പേടിക്കണ്ട, അത് സ്നേഹം കൊണ്ടാണ്. അവഗണനയെ പേടിക്കണം, അത് വെറുപ്പുകൊണ്ടാണ്. മനോഹരമായ 1000 മുഖങ്ങളേക്കാൾ ഹൃദയം മികച്ചതാണ്. അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കിയുണ്ടാകും. കൈവിട്ട് കളഞ്ഞതെന്തും തിരികെ വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. ഇന്നലത്തെ പോരാട്ടം ഇന്നത്തെ ആശയവിനിമയത്തെ ബാധിക്കാത്തതാണ് മഹത്തായ ബന്ധം. ഒരാളെ ഒഴിവാക്കുന്നതിനുള്ള ആദ്യത്തെ പടിയാണ് തിരക്ക്, പിന്നത്തേത് അവഗണന. എത്ര പ്രിയപ്പെട്ട ബന്ധമായാലും മാറ്റി നിർത്തപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി തുടങ്ങിയാൽ സ്വയം മാറിക്കൊടുക്കുക. നമുക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ആർക്കു മുന്നിലും പണയം വയ്ക്കപ്പെടാത്ത ആത്മാഭിമാനം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കൂ. ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാകില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം സമാധാനത്തിന് പ്രാധാന്യം നൽകുക. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും.